ഇതിന് മറുപടി വേണം. ശ്രീ AP അഹമ്മദ്, അവിടെ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരെയല്ല പണ്ടേ തൂക്കിലേറ്റി കഴിഞ്ഞു. ശരിയാണ്, കുറെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ നിയമ നടപടി നേരിട്ടു. അത് രാജ്യദ്രോഹ കുറ്റത്തിനാണ്. രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ സ്വാതന്ത്ര്യ സമരം നയിച്ച രാഷ്ട്രപിതാവിനെ അടക്കം തള്ളിപ്പറഞ്ഞവർക്കെതിരെയാണ് നടപടി ഉണ്ടായത്. ഏത് രാഷ്ട്രത്തിലാണെങ്കിലും നടക്കും രാജ്യദ്രോഹികൾക്ക് നേരെ നടപടി. ആ രാഷ്ട്രത്തിൻ്റെ നിയമമനുസരിച്ച് ആ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ, ആ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചവരെ ആയിരിക്കണം പിടിച്ച് തുറുങ്കിലടച്ചത്. ശ്രീ അഹമ്മദ്. നമസ്കാരം. അബ്ദുള്ള സാർ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ഏത് രാജ്യത്തും എപ്പോഴെങ്കിലുമൊക്കെ നിരോധിക്കപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് അവരുടെ സാമൂഹ്യമായ രാഷ്ട്രീയമായ സാന്നിധ്യം ബംഗ്ലാദേശിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, അത് നിരോധിക്കപ്പെട്ട കാശ്മീരിലാവട്ടെ പാകിസ്ഥാനിലാവട്ടെ നിരോധിക്കപ്പെട്ട, ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചരണമോ ആശയത്തിൻ്റെ സ്വാധീനമോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരുടെ സാന്നിധ്യം വളരെ വളരെ പ്രകടമായിട്ടുണ്ടായിരുന്നു എന്നും മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അബ്ദുള്ള സാർ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം, ജമാഅത്തെ ഇസ്ലാമിക്ക് ഐഡന്റിറ്റിക്ക് വേണ്ടി ഓരോ രാജ്യത്തെ മേൽവിലാസം ഉണ്ടാവാം എന്നല്ലാതെ ആത്യന്തികമായി അവർക്ക് ദേശമില്ല. അവർക്കൊരു പാൻ ഇസ്ലാമിക് സങ്കല്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് രാജ്യത്തെയും സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അവരെന്നും ആലോചിച്ചിട്ടുള്ളത് ആ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പിറ്റേന്ന് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പറ്റുമോ. മതരാഷ്ട്രമായില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ വിമുഖത കാണിച്ചൊരു പാരമ്പര്യം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമി കാണിച്ചിട്ടുണ്ട്. അമുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളുടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് അമുസ്ലിങ്ങളായ ഹിന്ദുക്കളുടെ ഒരു ഇന്ത്യൻ ഭരണത്തിലേക്ക് വരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കും ഇസ്ലാമിനും ആവശ്യമുള്ളതല്ല എന്ന് വാദിക്കുകയും അതടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജിന്നയെ സമീപിച്ചിട്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജിന്നയ്ക്ക് ഇസ്ലാം പോലും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെങ്കിൽ പാകിസ്ഥാനും ഡെമോക്രാറ്റിക് ആണ്, ഇന്ത്യ സെക്കുലർ ആണെങ്കിൽ പാകിസ്ഥാനും സെക്കുലറാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ നിരാശരായി മടങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് അവിടെ നടന്നത് പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം വളരെ സജീവമായി നിൽക്കുകയും പാകിസ്ഥാനിലെ ഇസ്ലാമിക ന്യൂനപക്ഷം എന്ന് തന്നെ പരക്കെ വിശ്വസിക്കപ്പെടുന്ന അഹമ്മദിയാക്കൾക്ക് നേരെയുള്ള വലിയ കൂട്ടക്കൊലകൾ, വംശഹത്യക്ക് തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുകയും അത് ജസ്റ്റിസ് മുനീർ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവർ നമ്മുടെ മുമ്പിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വേറൊന്ന് 71 ബംഗ്ലാ വിമോചന സമരം നടക്കുമ്പോൾ എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്? ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വേണ്ട, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒരുമിച്ച് നിന്നാൽ അതൊരു വലിയ ഇസ്ലാമിക് ഐഡന്റിറ്റി ഉള്ള ഒരു രാജ്യമായി നിൽക്കും, അതുകൊണ്ട് നമുക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിമോചനം വേണ്ട എന്ന് വാദിച്ചവരാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് വളരെ പ്രകടമാണ്. അതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് ഇനി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിലായാലും പുറത്തായാലും അവരുടെ രാഷ്ട്രീയ ആശയത്തെ പതുക്കെ നമ്മുടെ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്കിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പാർട്ടികളിലും മനസ്സുകളിലും എത്തിക്കുക എന്ന ധർമ്മം അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീനമാണ് ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ കണ്ടത്. ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കണം. ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്ലാമിക രാഷ്ട്രവാദികൾ ചരിത്രത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തും മറ്റാരുടെയെങ്കിലും ചെലവിലല്ലാതെ വളർന്നിട്ടില്ല. ആരുടെയെങ്കിലുമൊക്കെ ചുറ്റുപട്ടാളമാണ്, കൂലിത്തല്ലുകാരാണ് അവർ. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാനിസ്ഥാന്റെ അനുഭവം അതാണ്. അഫ്ഗാനിസ്ഥാനിൽ 2 സാമ്രാജ്യങ്ങൾക്ക് കൃത്യമായ കണ്ണുണ്ടായിരുന്നു. ഒന്ന് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും. അതിനിടയിലാണ് ബിൻ ലാദനെ പോലുള്ളവർ പ്രവർത്തിച്ചത്, അതിനിടയിലാണ് താലിബാൻ ഉണ്ടായത്, അതിനിടയിലാണ് അൽ ഖായിദ ഉണ്ടായത്. ബിൻ ലാദന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അമേരിക്കയാണ്. അമേരിക്കയിൽ പരിശീലനവും ആയുധവും അർത്ഥവും കൊടുത്തിട്ടാണ് കാബൂളിലേക്ക് കയറ്റി വിട്ടത്. ഇന്നിപ്പോൾ നടക്കുന്നത് നമ്മളൊരു പക്ഷേ ഇപ്പം നമ്മൾ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലപ്പോഴും അത് വേണ്ടത്ര നമ്മൾ ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യമായി അഫ്ഗാനിസ്ഥാനിൽ 90കളിൽ നടന്നതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് 2 പുതിയ നമ്മൾ നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന സാമ്രാജ്യം ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും പുതിയ 2 സാമ്രാജ്യത്വ ശക്തികൾ. പുതിയ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രീയ സാമ്രാജ്യത്വം അല്ല, അത് മൂലധന സാമ്രാജ്യത്വമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മൂലധന സാമ്രാജ്യത്വത്തിൻ്റെ ആചാര്യന്മാർ, 2 ശക്തികൾ തമ്മിലാണ് ബംഗ്ലാദേശിന് വേണ്ടി കൊത്തുപിടിക്കുന്നത്, അല്ലെങ്കിൽ കൊമ്പ് കോർക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി കലഹം കൂട്ടുന്നത്. അതിനു വേണ്ടിയാണ് വളരെ കൃത്യമായി അവർ തന്നെ പ്ലാൻ ചെയ്ത് വലിയ അട്ടിമറി പ്രവർത്തനം അവിടെ നടന്നത്. തീർച്ചയായിട്ടും ഖാലിദ സിയയുടെ പങ്ക് ഈ വിപ്ലവത്തിൽ ചെറുതല്ല. ഖാലിദ സിയ ആരുടെ പാവയാണ് എന്നതുപോലെ തന്നെയാണ് മുഹമ്മദ് യൂനുസ് ആരുടെ പാവയാണ് എന്ന ചോദ്യം. ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ സമയത്ത് ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യ വലിയ സംരക്ഷണം കൊടുക്കുന്നു.
ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സഹോദരിയാണ്, ഷെയ്ഖ് ഹസീനയെ നമ്മൾ വാഴ്ത്തുന്നു, ഷെയ്ഖ് ഹസീനയെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സത്യത്തിൽ ഇപ്പോൾ ആര് തമ്മിലുള്ള പോരാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടുന്നുണ്ട്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നുണ്ട്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ ആരുടെ ചെലവിലാണ് അവർ അഴിഞ്ഞാടുന്നത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്.